PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി 15 നടക്കാൻ പോകുന്ന ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ എക്സാമിനും മാർച്ച് 9 നടക്കാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമുകൾക്കും വേണ്ടി ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2017 ജൂലൈ 27 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ദ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ. ദ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ ഓപ്ഷൻസ് ബ്രിട്ടീഷ് ഗവൺമെൻറ്, RBI, മദ്രാസ് ഗവൺമെൻറ്, SBI. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, RBI. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെയും അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെയും ഒക്കെ അപ്പോയിൻ്റ് ചെയ്തത് RBI ആണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട വർഷം 1951. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1954. രണ്ടാമത്തെ ചോദ്യം, സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് എ recommendation of. State partnership in share capital of cooperative societies is a recommendation of options All India Rural Credit Survey Committee, All India Rural Credit Review Committee, Graphic Card Committee, Law Commission. സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഷെയർ ക്യാപിറ്റലിലുള്ള സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് എന്നാണ് ചോദ്യം. ഉത്തരം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്, ഫോർമേഷൻ ഓഫ് SBI, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, വേരിയസ് ഫണ്ട്സ്, ഇതെല്ലാം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ദ ക്രിയേഷൻ ഓഫ് ദ റോങ് എഫക്ട്സ് ഓഫ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ദ ക്രിയേഷൻ ഓഫ് ദ റോങ് എഫക്ട്സ് ഓഫ് ഓപ്ഷൻ സോഷ്യലിസം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അഗ്രികൾച്ചറൽ പോളിസി, വേജ് പോളിസി. ഉത്തരം ഓപ്ഷൻ ബി, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ഇംഗ്ലണ്ട്, സ്വീഡൻ, ജർമ്മനി, ഇറ്റലി. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒറിജിനേറ്റ് ചെയ്തത് ഏത് രാജ്യത്താണ്? ജർമ്മനിയിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ജന്മനാട് ജർമ്മനിയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ജന്മനാട് ഇംഗ്ലണ്ടും കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ജന്മനാട് ജർമ്മനിയുമാണ്. സിറ്റാഡൽ ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ജർമ്മനിയാണ്. അതുപോലെ മദീന ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നതും ജർമ്മനിയാണ്. മക്ക ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട്, മദീന ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ഡാഷ് വാസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഓഫ് റേഫിഷൻ ട്രഡീഷൻ. Dash was considered as the first cooperative of Raiffeisen tradition. Options People's Bank, Headed of Loan Society, Regional Credit Union, Prussian Credit Union. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഹെഡഡ് ഓഫ് ലോൺ സൊസൈറ്റി. അടുത്ത ചോദ്യം, യൂഷ്വലി ഷൂൾസ് ബാങ്ക് ഡിക്ലെയർ ഡാഷ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. യൂഷ്വലി ഷൂൾസ് ബാങ്ക് ഡിക്ലെയർ ഡാഷ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഓപ്ഷൻസ് നോർമൽ, ലോ, ഹൈ, നൺ ഓഫ് ദീസ്. ഷൂൾസ് ബാങ്കുകൾ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് കൊടുത്തിരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. യൂഷ്വലി ഷൂൾസ് ബാങ്ക് ഡിക്ലെയർ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ ഇൻ ഡെൻമാർക്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ ഇൻ ഡെൻമാർക്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1844, 1866, 1882, 1896. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, 1882. ഡെൻമാർക്കിൽ കോപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1882 ഡെൻമാർക്കിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡയറി സ്റ്റാർട്ട് ചെയ്തത് ജെഡിങ് എന്ന് പറയുന്ന സ്ഥലത്ത് വർഷം 1882. 1844 പ്രത്യേകത എന്താണ്? ഇംഗ്ലണ്ടിലെ റോക്ക്ഡെയിൽ പയനിയർ ഇക്വിറ്റബിൾ സൊസൈറ്റി ഫോം ചെയ്ത വർഷമാണ്. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി.
1866 എന്ന് പറയുന്നത് ഇറ്റലിയിൽ ലുസാട്ടി ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഓർഗനൈസ് ചെയ്ത വർഷമാണ്. 1896 ഡെൻമാർക്കിൽ FDB ഫോം ചെയ്ത വർഷമാണ്. FDB എന്ന് പറയുന്നത് ഡെൻമാർക്കിലെ ഹോൾസെയിൽ സൊസൈറ്റിയാണ്. ഇത് 1896 ഫോം ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ ഇൻ ഡെൻമാർക്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഉത്തരം 1882. ഡാഷ് ഈസ് എ മ്യൂച്വൽ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ജപ്പാൻ. ഡാഷ് ഈസ് എ മ്യൂച്വൽ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ജപ്പാൻ. ഓപ്ഷൻസ് ടനോമോഷി, ഹോട്ടോകുഷ, മുജിൻ, ഹിറ്റോഷി. ഉത്തരം ഓപ്ഷൻ ബി ഹോട്ടോകുഷ. ഹോട്ടോകുഷ എന്ന് പറയുന്നത് ജപ്പാനിലെ മ്യൂച്വൽ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മത്സ്യഫെഡ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മത്സ്യഫെഡ്. ഓപ്ഷൻസ് വ്യാസ സ്റ്റോർ, ന്യൂട്രിഫിഷ്, നെറ്റ് മാനുഫാക്ചറിംഗ്, പമ്പ് സെറ്റ് മാനുഫാക്ചറിംഗ്. താഴെ തന്നിരിക്കുന്നതിൽ മത്സ്യഫെഡുമായി ബന്ധമില്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി പമ്പ് സെറ്റ് മാനുഫാക്ചറിംഗ്. നെയിം ദ ഒൺലി ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള. നെയിം ദ ഒൺലി ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള. ഓപ്ഷൻസ് കാപ്പെക്സ്, കോയിൻസ്, SPCS, കോസ്റ്റെക്. കേരളത്തിലെ ഒരേ ഒരു കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റിയാണുള്ളത്, അത് കോയിൻസ് ആണ്. ഉത്തരം ഓപ്ഷൻ ബി കോയിൻസ്. The Banking Regulation Act applicable to cooperative urban banks from. The Banking Regulation Act applicable to cooperative urban banks from. Options April 1960, July 1955, March 1966. None of these. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മാർച്ച് 1966. ബാങ്കിങ് കമ്പനീസ് ആക്ട് നിലവിൽ വന്നത് 1949 മാർച്ച് 16 അത് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റായി മാറിയ വർഷം 1966. 1966 മാർച്ച് മുതലാണ് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കൂടി ആപ്ലിക്കബിൾ ആകുന്നത്. പ്രിയദർശിനി മോട്ടോർ ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഓർഗനൈസ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ്. Priyadarshini Motor Transport Cooperative Societies are organized for the benefit of fishermen, SC/ST, weavers, none of these. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി SC/ST. ഫിഷർമാനുമായി ബന്ധപ്പെട്ട് മോട്ടോർ സർവീസ് വരുന്ന ഏതാണ്? അത് വനിതാ ബസ്സാണ്. അടുത്ത ചോദ്യം, ദ സ്ട്രക്ചർ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ കേരള ഈസ്. The structure of Agricultural and Rural Development Bank in Kerala is 3-tier federal, 2-tier federal, unitary, none of these. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി 2-tier ഫെഡറൽ. കാർഡ് ബാങ്ക് കേരളത്തിൽ 2-tier സ്ട്രക്ചറാണ്. KS കാർഡ് ബാങ്ക് അപ്പെക്സ് ലെവലിലും പ്രൈമറി കാർഡ് ബാങ്ക് ലോവർ ലെവലിലും എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ദ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് വർക്കിംഗ് ഇൻ കേരള ആർ റെഗുലേറ്റഡ് ബൈ. ദ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് വർക്കിംഗ് ഇൻ കേരള ആർ റെഗുലേറ്റഡ് ബൈ. ഓപ്ഷൻസ് KCS ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, മദ്രാസ് കൊമേഴ്സ്യൽ ക്രോപ്സ് ആക്ട് 1932, നൺ ഓഫ് ദീസ്. കേരളത്തിലെ റെഗുലേറ്റഡ് മാർക്കറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഏത് ആക്റ്റാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി മദ്രാസ് കൊമേഴ്സ്യൽ ക്രോപ്സ് ആക്ട് 1932. The Trivandrum Central Cooperative Bank was renamed in 1943 as. The Trivandrum Central Cooperative Bank was renamed in 1943 as. Options Travancore Central Cooperative Bank, Travancore Cochin State Cooperative Bank, Trivandrum District Cooperative Bank, none of these. ഉത്തരം ഓപ്ഷൻ എ ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ബാങ്കാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഇത് രജിസ്റ്റർ ചെയ്ത വർഷം 1915. 1943 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കായിട്ട് മാറി. ഇത് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് വരുന്നത് 1954.
1956 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് മാറുന്നു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് 2019 കേരള ബാങ്കായി മാറിയത്. അടുത്ത ചോദ്യം, ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം ഈസ് അതർവൈസ് കോൾഡ് യൂണിറ്റ് കൺട്രോൾ സിസ്റ്റം, വാല്യൂ കൺട്രോൾ സിസ്റ്റം, പ്രോഡക്റ്റ് കൺട്രോൾ സിസ്റ്റം, നൺ ഓഫ് ദീസ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വാല്യൂ കൺട്രോൾ സിസ്റ്റം. ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റത്തിനും പറയുന്ന മറ്റൊരു പേരാണ് വാല്യൂ കൺട്രോൾ സിസ്റ്റം. ഇതെവിടെയാണ് നമ്മൾ പഠിച്ചത്? കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ടേമുകളാണ് ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ വാല്യൂ കൺട്രോൾ സിസ്റ്റം. വിച്ച് ഈസ് ദ അപ്പെക്സ് സൊസൈറ്റി ഓഫ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള? വിച്ച് ഈസ് ദ അപ്പെക്സ് സൊസൈറ്റി ഓഫ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള? ഓപ്ഷൻസ് കോ-ഓപ്ടെക്സ്, ക്യാപെക്സ്, ഹാൻഡെക്സ്, നൺ ഓഫ് ദീസ്. ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഹാൻഡെക്സ്. കേരളത്തിലെ ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് സൊസൈറ്റിയാണ് ഹാൻഡെക്സ്. ഹാൻഡെക്സ് നിലവിൽ വന്നത് 1961 വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫെഡറൽ സൊസൈറ്റി? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫെഡറൽ സൊസൈറ്റി? ഓപ്ഷൻസ് ഇഫ്കോ, റബ്കോ, ക്രിഫ്കോ, നൺ ഓഫ് ദീസ്. താഴെ തന്നിരിക്കുന്നവയിൽ ഫെഡറൽ സൊസൈറ്റി ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, റബ്കോ. റബ്കോയും റെയ്ഡ്കോയും ഫെഡറൽ സൊസൈറ്റികൾക്ക് ഉദാഹരണങ്ങളാണ്. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന. ഓപ്ഷൻസ് ഡോക്ടർ ഷങ്കായി, ഡോക്ടർ സൺയാറ്റ് സെൻ, ഡോക്ടർ CF വു, നൺ ഓഫ് ദീസ്. ആരാണ്? ഓപ്ഷൻ ബി, ഡോക്ടർ സൺയാറ്റ് സെൻ. ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവാണ് ഡോക്ടർ സൺയാറ്റ് സെൻ. ഡാഷ് ഈസ് ദ മെയിൻ സ്പെഷ്യാലിറ്റി ഓഫ് ഇസ്രായേൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഡാഷ് ഈസ് ദി മെയിൻ സ്പെഷ്യാലിറ്റി ഓഫ് ഇസ്രായേൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഓപ്ഷൻസ് ഇറ്റ് ക്രിയേറ്റ് ആൻ എക്കണോമി ഓഫ് ഇറ്റ്സ് ഓൺ, ഇറ്റ് അസിസ്റ്റ് ദ റീയൂണിയൻ ഓഫ് എ കമ്മ്യൂണിറ്റി, ഇറ്റ് ടേക്ക് ഇനിഷ്യേറ്റീവ് ടു ബിൽഡ് എ നേഷൻ, ഓൾ ഓഫ് ദീസ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റുകളും ഇസ്രായേൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2017 ജൂലൈ 27 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.